സ്കോളേഴ്സ് കോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2024 ജൂണിലും ഡിസംബറിലും ചോദിച്ചിട്ടുള്ള റിയേജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയായിരിക്കും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ മേജർ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻസ്. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് H3O പ്ലസ് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ഓസ്മിയം ടെട്രോക്സൈഡ്, സോഡിയം പെറൈഡേറ്റ്, ടെർഷ്യറി ബ്യൂട്ടനോൾ. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ തന്നെ എടുക്കാം. സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിനെ H+H2O വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേന് എന്താണ് സംഭവിക്കാൻ നോക്കാം. നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇതാണ്. മീഥൈൽ ഗ്രൂപ്പ് MEOH. എന്ത് സംഭവിക്കും? പ്രോട്ടണേഷൻ നടക്കും അല്ലേ? H3O പ്ലസ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം OHന്റെ ലോൺ പെയർ എന്ന് പറയുന്നത്, ലോൺ പെയർ എന്ത് ചെയ്യുന്നു? H3O പ്ലസിലെ പ്രോട്ടോണിനെ സ്വീകരിച്ചിട്ട് OH2 ആയിട്ട് മാറും, OH2 പ്ലസ് ആയിട്ട് മാറും. OH2 പ്ലസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്റ്റേബിൾ അല്ല, ചാർജ്ഡ് സ്പീഷീസ് ആണ്. അതെന്ത് ചെയ്യും? അത് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്ത് പോകും. OH2 പ്ലസ് പുറത്തേക്ക് പോവും. അതുമൂലം നമുക്ക് എന്ത് ഫോം ചെയ്യും? ഒരു കാർബോക്യാറ്റോൺ ഫോം ചെയ്യും. ഓക്കെ, ദെൻ കാർബോക്യാറ്റോണിന് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ 1,2 മീഥൈൽ ഷിഫ്റ്റ്, കാർബോക്യാറ്റോണിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു? 1,2 മീഥൈൽ ഷിഫ്റ്റ് നടക്കുന്നു. അന്നേരം എന്ത് സംഭവിക്കും? ഈ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് ഇതെന്ന് പറയുന്നത് ഏതാണ്? CH2 കാർബൺ ആണ് വരിക അല്ലേ? CH കാർബൺ ആണ് വരുന്നത്. അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,2 മീഥൈൽ ഷിഫ്റ്റ് നടക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും 1,2 CH3 ഷിഫ്റ്റ് നമുക്ക് കിട്ടുന്നത് MEL. ഇവിടെ നിന്നാണോ മീഥൈൽ ഗ്രൂപ്പ് പോയത്, അവിടെ എന്ത് സംഭവിക്കുന്നു? പോസിറ്റീവ് ചാർജ് വരുന്നു. ഇത് കുറച്ചുകൂടെ സ്റ്റേബിൾ കാർബോക്യാറ്റോൺ ആയിരിക്കും കമ്പയർഡ് ടു ദിസ് കാർബോക്യാറ്റോൺ. അതുകൊണ്ടാണ് ഈ മീഥൈൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നടക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കാം? നമുക്കറിയാം ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ടല്ലേ. ആ പ്രോട്ടോൺ എന്ന് പറയുന്നത് പുറത്തേക്ക് ലീവ് ചെയ്ത് പോകുന്നത് മൂലം നമുക്കൊരു ആൽക്കീൻ ഫോം ചെയ്യുന്നു. ഓക്കെ, ആൽക്കീൻ ഫോം ചെയ്യുന്നു, ME. ഓക്കെ, ഇത്രയും ഫോം ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതാണ് H3O പ്ലസ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് എന്താണ്? ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക, OSO4 വെച്ച് ട്രീറ്റ് ചെയ്യുക. OSO4 വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഡൈഹൈഡ്രോക്സിലേഷൻ റിയാക്ഷൻ നടത്താനായിട്ട് പറ്റും ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ച്. ആൽക്കീനെ ഡൈഹൈഡ്രോക്സിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ് ഓസ്മിയം ടെട്രോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടുന്നു? ഡൈഹൈഡ്രോക്സിലേറ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക. OH, ഇവിടെ ഒരു ME ഉണ്ട്, ഇവിടെ ഒരു ME ഉണ്ട്. ഓക്കെ, ഡൈഹൈഡ്രോക്സിലേറ്റഡ് പ്രോഡക്റ്റ് കിട്ടുന്നു. ഈ ഡൈഹൈഡ്രോക്സിലേറ്റഡ് പ്രോഡക്റ്റിനെ സോഡിയം പെർ അയഡേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആൽക്കീനെ നമുക്ക് ഡൈഹൈഡ്രോക്സിൽ ഡെറിവേറ്റീവ് ആക്കാൻ വേണ്ടി ഓസ്മിയം ടെട്രോക്സൈഡ് യൂസ് ചെയ്യാം. ഈ ഡൈഹൈഡ്രോക്സിലേറ്റഡ് പ്രോഡക്റ്റിനെ അതിൻ്റെ ഓക്സിഡേറ്റീവ് ക്ലീവേജ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ് NaIO4 എന്ന് പറയുന്നത്. അതായത് അപ്പം NaIO4 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യുന്നു? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, രണ്ട് കീറ്റോൺ ഫോം ചെയ്യുന്നു. ഓക്കെ, പ്രൈമറി ആണെന്നുണ്ടെങ്കിൽ ആൽഡിഹൈഡും സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ കീറ്റോണും ആയിരിക്കും ഫോം ചെയ്യുക. ഇവിടെ സെക്കൻഡറി ആൽക്കഹോൾ ആയതുകൊണ്ട് അതിൽ നിന്ന് കീറ്റോൺ ഫോം ചെയ്യും. ഓക്കെ, കീറ്റോൺ ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത്, നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ രീതി തന്നെ എഴുതിയിട്ട് അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം 5 മെമ്പേർഡ് റിംഗ് എന്നുള്ള രീതി, ഈ ഒരു പാർട്ട് നമ്മൾ വരച്ചു കൊടുത്തു. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ കാർബൺ വരച്ചു. ദെൻ ആ കാർബണിലെ OH ആണ് ഡബിൾ ബോണ്ട് OH ആയിട്ട് മാറുന്നത്. പിന്നെ ഒരു മീഥൈൽ ഗ്രൂപ്പ്. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ ഇവിടുത്തെ ആ കാർബൺ വരച്ചു. ദെൻ ഡബിൾ ബോണ്ട് OH CH3. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ, ഒന്ന് വരച്ച് നോക്കിയേ. ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5. 5 മെമ്പേർഡ് റിങ്ങിൻ്റെ ഒന്നാമത്തെ കാർബൺ ഒന്നെന്ന് കൊടുത്തന്നെ ഇതിനകത്ത്
ഒരു COCH3 ഗ്രൂപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് 5 മെമ്പേർഡ് റിങ് വരയ്ക്കാം. 5 മെമ്പേർഡ് റിങ്. ഇത് 5 എന്ന് പറയുന്ന കാർബൺ ആണെങ്കിൽ ഇത് 5 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് 4 തിരിച്ച് വരച്ചാലും ശരി തന്നെയാണ്. 3 2 1 എന്താണ് 4ലും ഒരു COCH3 ഗ്രൂപ്പ് ഉണ്ട്, 1ലും ഒരു COCH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടുക. അതായത് C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആദ്യം ഹൈഡ്രോണിയം അയോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ദെൻ ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് ഡൈഹൈഡ്രോക്സിലേഷനും ഓക്സിഡേറ്റീവ് ക്ലീവേജും നടന്നതിന് ശേഷം നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് റിയേജൻസ് വിച്ച് വിൽ ഗീവ് എ ആസ് ദി മേജർ പ്രൊഡക്റ്റ്. എ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് തരുന്ന സീക്വൻസ് ഏത് ഓർഡറാണ് നമുക്ക് റിയേജൻസിൻ്റെ ഏത് ഓർഡറാണ് വരേണ്ടതെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ നിന്നും നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തണം. നമുക്ക് കുറേയേറെ റിയേജൻസ് തന്നിരിക്കുന്നത് 2,2-dimethoxy propane PTSA, ഡെസ്മാർട്ടിൻ പെറൈഡിനേൻ, അത് DMP റിയേജൻ്റ് എന്ന് നമ്മൾ അറിയാറുണ്ട്. പിന്നെ TRCCl 83N. TRCCl എന്ന് പറഞ്ഞാൽ ട്രീറ്റൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ട്രൈഫിനൈൽ മീഥൈൽ ക്ലോറൈഡ് എന്ന് പറയും. ഓക്കെ, ട്രൈഫിനൈൽ മീഥൈൽ ക്ലോറൈഡ് ആണ്. ഇത്രയാണ് റിയേജന്റ്. എല്ലാ ഓപ്ഷൻസിനകത്തും അതേ റിയേജൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ അതിൻ്റെ ഒരു ഓർഡർ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഏത് റിയേജന്റ് വേണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് റിയേജൻസുകളുടെ യൂസ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, 2,2-dimethoxy propane PTSA എന്ന് പറയുന്നത് പാരാറ്റോളുവിൻ സൾഫോണിക് ആസിഡ് ആണ്. അത് പ്രോട്ടനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. അത് ഓർത്തിരിക്കാം. അത് 2,2-dimethoxy propane എന്ന് പറഞ്ഞാൽ ഇത് 1,2-ഡയോൾസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് 2,2-dimethoxy propane എന്ന് പറയുന്നത്. എന്താണ് 2,2-dimethoxy propane എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ അറിയാവുന്നതാണ് അല്ലേ? ഇതാണ് നമ്മുടെ 2,2-dimethoxy propane എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 1,2-ഡയോൾസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിയേജന്റ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെസ്മാർട്ടിൻ പെറൈഡിനെ എന്ന് പറയുന്ന റിയേജന്റ് ആണ്. അതിനെ നമ്മൾ DMP എന്ന് പറയാറുണ്ട്. DMPയുടെ യൂസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോളിനെ, അതായത് ഓക്സിഡേഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പ്രൈമറി ആൽക്കഹോളിനെ അത് ആൽഡിഹൈഡ് ആക്കും, സെക്കൻഡറി ആൽക്കഹോളിനെ അത് കീറ്റോൺ ആക്കി മാറ്റും. അതാണ് DMPയുടെ യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തേർഡ് റിയേജന്റ് എന്ന് പറയുന്നത് ട്രീറ്റൈൽ ക്ലോറൈഡ് ആണ് പറഞ്ഞത്. ട്രീറ്റൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് സാധനം. അതായത് കാർബൺ CCl PH ഇതെന്ന് പറയുന്ന ഒരു ബൾക്കിയർ റിയേജന്റ് ആണ്. 3 കാർബൺ വിത്ത് 3 ഫിനൈൽ റിങ്ങും അതുപോലെ തന്നെ ഒരു ക്ലോറിനും ഉള്ള ഒരു ബൾക്കിയർ റിയേജന്റ് ആണ്. ഇതെന്ന് പറയുന്നത് സാധാരണ യൂസ് ചെയ്യുന്നത് പ്രൈമറി ആൽക്കഹോളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ആൽക്കഹോളിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രീറ്റൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാം, നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലുമായിട്ട് നോക്കാം. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രൈമറി ആൽക്കഹോൾ ഉണ്ട്. പ്രൈമറി ആൽക്കഹോളിനെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ട്രീറ്റൈൽ ഗ്രൂപ്പ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? Hനെ മാറ്റി അവിടെ TR ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന 2 OH ഗ്രൂപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു OH ഗ്രൂപ്പിനെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? കീറ്റോൺ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് വരേണ്ടതെന്ന് നോക്കണം. ഇനി 2,2-dimethoxy propane ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ആദ്യം പ്രൊട്ടക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്ക് മാറും അല്ലേ? ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ആദ്യത്തെ കേസൊക്കെ. ദെൻ രണ്ടാമത്തെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഡെസ്മാർട്ടിൻ DMP റിയേജന്റ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓർഡർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡും ആക്കും, സെക്കൻഡറി ആൽക്കഹോളിനെ അത് കീറ്റോണും ആക്കും. ഇവിടെ പ്രൈമറി ആൽക്കഹോൾ ഉണ്ടോ? പ്രൈമറി ആൽക്കഹോൾ ഉള്ളപ്പം എന്ത് സംഭവിക്കും? അത് ആൽഡിഹൈഡ് ആക്കി മാറ്റും. ഓക്കെ, സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കി മാറ്റും. കീറ്റോൺ ആക്കുക എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ആൽഡിഹൈഡ് ആക്കി മാറ്റപ്പെടുന്നില്ല. അതിന് പകരം ട്രീറ്റൈൽ ഗ്രൂപ്പ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തേക്കാണ്. അപ്പം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും A എന്ന് പറയുന്നത് ഒരിക്കലും ആ സീക്വൻസ് ഓഫ് റിയാക്ഷൻ ആവില്ല. ഈ ഒരു സീക്വൻസിലായിരിക്കില്ല നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം.
നെക്സ്റ്റ് ഓപ്ഷൻ പറയുന്നത് ട്രീറ്റൈൽ ക്ലോറൈഡ് ET3N വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? ആദ്യം ശരിക്കും പറഞ്ഞാൽ ബേസ് വന്നിട്ട് ഇവിടുത്തെ പ്രോട്ടോണിനെ മാറ്റുന്നു, ഇത് O- ആയിട്ട് മാറുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ O- ചെന്നിട്ട് നമ്മുടെ സെൻട്രൽ കാർബണെ അറ്റാക്ക് ചെയ്യുമ്പോൾ ക്ലോറിൻ ലീവ് ചെയ്ത് പോകുന്നു. അതാണ് ശരിക്കും ഇവിടെ പ്രൊട്ടക്ഷൻ്റെ സ്റ്റെപ്പ് അറിയാം. അപ്പം ട്രീറ്റൈൽ ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തായിട്ട് മാറും? OTR ആയിട്ട് മാറും. അതൊക്കെ ആ സ്റ്റെപ്പ് നമുക്ക് ഓക്കെ എന്ന് പറയാം. ദെൻ 2,2-ഡൈമീതോക്സിപ്രൊപ്പൈൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 2,2-ഡൈമീതോക്സിപ്രൊപ്പൈൻ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ? ഈ ഒരു ഗ്രൂപ്പിനെ OH മാറ്റിയിട്ട്, അതായത് ഇവിടെ ഈ ഡൈമീതോക്സിപ്രൊപ്പൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഭാഗം അപ്പം ഇതും ഓക്കെയാണ്, ഈ ഒരു പാർട്ടും ഓക്കെയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് DMB യൂസ് ചെയ്യുന്നത്. DMB യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി പ്രൈമറി ആൽക്കഹോൾ പ്രൊട്ടക്റ്റഡ് ആണ്. ദെൻ ബാക്കി നിൽക്കുന്ന സെക്കൻഡറി ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ, അതിനെ കീറ്റോൺ ആക്കി മാറ്റാൻ പറ്റും. അപ്പം സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കറക്റ്റ് വൺ ആണ്. ആ ഒരു സീക്വൻസിൽ നമ്മൾ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എത്താൻ പറ്റും. ബാക്കി രണ്ട് സീക്വൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്കൊരിക്കലും എത്താൻ പറ്റില്ല. ഈ കേസിൽ ട്രീറ്റൈൽ ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്തു, പ്രൈമറിയെ കൺവേർട്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡെസ്മാർട്ടിൻ പെർ അയഡിനിൻ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കൺവേർട്ട് ബോത്ത് ഈ 3 OH ഗ്രൂപ്പിനെയും കൺവേർട്ട് ചെയ്യാനായിട്ട് ഉള്ള അവസ്ഥയിലേക്ക് എത്തുന്നു വെച്ചാൽ ദീസ് 3 OH ഗ്രൂപ്പ് വിൽ കൺവേർട്ടഡ് ടു കീറ്റോൺ. ഇതിന് ആ 3 കീറ്റോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ സീക്വൻസും പറ്റില്ല. ഓക്കെ, ദെൻ ഈ സ്റ്റെപ്പിൽ എന്താണ്? DMP ആദ്യമാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ കൺവേർട്ട് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ. അപ്പം അങ്ങനെ ആ ഒരു സീക്വൻസ് ചെയ്താലും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല. അപ്പം സെക്കൻഡ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് റിയേജൻസ് ടു എഫക്ട് ദി ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ. ഇതും ജൂൺ 2024 ചോദിച്ച ചോദ്യമാണ്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് പല റിയേജൻസ് തന്നിട്ടുണ്ട്. ഒന്നൊരു പെർ ആസിഡ് തന്നിട്ടുണ്ട് ഇൻ പ്രസൻസ് ഓഫ് എൻ അസിഡിക് മീഡിയം. ദെൻ 2 നോർമൽ H2SO4 യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ LDA മീഥൈൽ അയഡൈഡ്. ദെൻ തേർഡ് റിയേജൻ്റ് എന്ന് പറയുന്നത് ഡൈബാലച്ചറ്റ് -78°C. ഇതിനകത്ത് ഇങ്ങനെ ഒരു കൺവേർഷൻ നടക്കാൻ വേണ്ടി ഏതൊരു സീക്വൻസിലുള്ള റിയാക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയാം പെർ ആസിഡുകൾ എവിടെ കണ്ടാലും അപ്പോഴും അവിടെ കീറ്റോണോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ആ പെർ ആസിഡ് എന്ന് പറയുന്നത് പെർ ആസിഡിനെ എന്ത് ചെയ്യും? നമ്മൾക്ക് പെർ ആസിഡ് എന്ന് പറയുന്നത് ആക്ച്വലി ബെയർ വില്ലിജർ ഓക്സിഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ്. അതെന്തായിട്ട് മാറും? എസ്റ്ററായിട്ട് മാറാന്ന് പറഞ്ഞാൽ സൈക്ലിക് എസ്റ്ററുകളായിട്ട് മാറും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? എഴുതാം, പ്രോഡക്റ്റിനെ നമുക്ക് എഴുതുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഡബിൾ ബോണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലേ? ഇതിനെ നമ്മൾ CH3CO ബെയർ വില്ലിജർ ഓക്സിഡേഷൻ നടക്കുമ്പം CO3H എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യും? സൈക്ലിക് എസ്റ്റർ ഫോം ചെയ്യും. സൈക്ലിക് എസ്റ്റർ അല്ലെങ്കിൽ ലാക്ടോൺ ഫോം ചെയ്യും. അതെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ കൊടുക്കാം, ഡബിൾ ബോണ്ട് ഇവിടെ. ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡിലായിരിക്കും ഓക്സിഡേഷൻ നടക്കുക. അപ്പം മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡിലേക്കായിരിക്കും നമ്മുടെ എസ്റ്ററിൻ്റെ O ഗ്രൂപ്പ് വരിക. O. ഓക്കെ, then double bond. ഓക്കെ, then 2 നോർമൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് പറയുന്നുണ്ട്. 2 നോർമൽ H2SO4. എന്ത് സംഭവിക്കും? H2SO4 എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ആസിഡ് എന്ന് പറയുന്നതിന് ആസിഡ് പ്രോട്ടോണേഷൻ. അപ്പം ആസിഡിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കാം? നമുക്ക് എസ്റ്റർ ആകുമ്പോഴത്തേനും അത് കാർബോക്സിലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഹൈഡ്രോളിസിസ് നടക്കും അല്ലേ? ഇവിടെ ഹൈഡ്രോളിസിസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തു. ഞാൻ വരച്ചപ്പോഴത്തേനും ഫുള്ളായിട്ട് വന്നാണ്, ബ്രേക്ക് ചെയ്തു. ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് വരയ്ക്കുകയാണ്. ഇതെന്തായിട്ട് മാറും? ഈ ബോണ്ട് അതുപോലെ തന്നെ. ദെൻ നെക്സ്റ്റ് ഉള്ളത് ഞാനത് റിയാക്ഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് മാറ്റി വരയ്ക്കുകയാണ്. C ഡബിൾ ബോണ്ട് OH. ഓക്കെ,
ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു, അവിടെ ഇരുന്ന ബോണ്ട് നഷ്ടപ്പെട്ടു. അതുമൂലം ആ സെന്ററിൽ പോസിറ്റീവ് ചാർജ് ഒരു കാർബോക്യാറ്റയോൺ ഫോം ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കാം സംഭവിക്കുക? കാർബോക്യാറ്റയോൺ ഫോം ചെയ്തു. സ്വാഭാവികമായിട്ടും പോസിറ്റീവ് സെന്റർ വന്നത് കൊണ്ട് തന്നെ ഇവിടെ OH ഉണ്ട്, OH ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ, ദ ലോൺ പെയർ വിൽ അറ്റാക്ക് ദി പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ. അന്നേരം എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഒരു റിംഗ് ഫോം ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാ റിംഗ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് 1, 2, 3, 4, 5 മെമ്പേർഡ് റിങ്. ഇത് അതിനകത്ത് 5 മെമ്പേർഡ് റിങ്ങിൽ എന്താ സംഭവിച്ചേക്കുന്നത്? ഫ്യൂസ് ചെയ്തേക്കുന്നു ഈ റിങ്ങുമായിട്ട് അല്ലേ. ആ റിങ്ങുമായിട്ട് 1, 2 പൊസിഷനിൽ ഫ്യൂസ് ചെയ്താണ് വരുന്നത്. അപ്പം നമുക്ക് അതിനെ നമ്പർ, ഇപ്പം ഇത് 1, 2 എന്നുള്ളത് കോമൺ ആയിട്ടുള്ളത് അവിടെ കിടക്കട്ടെ. 3, 4, 5, 6. അപ്പം നമുക്ക് കിട്ടുക ഒരു 6 മെമ്പേർഡും 5 മെമ്പേർഡും കൂടെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് വരയ്ക്കാം. പിന്നെ ആദ്യം 6 മെമ്പേർഡ് റിങ് വരയ്ക്കുകയാണ്. ഓക്കെ, ദെൻ 5 മെമ്പേർഡ് റിങ്. 5 മെമ്പേർഡ് റിങ്ങിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫ്യൂസ് ചെയ്തേക്കുന്നത് എവിടെയാണോ, ഓക്കെ, ആ ഫ്യൂസ് ചെയ്തേക്കുന്ന പാർട്ടിലേക്കാണ് ഇവിടെ ഈ O വന്നേക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പം ഇവിടെ O കൊടുക്കാം. ദെൻ അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ ഡബിൾ ബോണ്ട് O വന്നിരിക്കുന്നു അല്ലേ. ദെൻ 5 മെമ്പേർഡ് ആകണമല്ലോ, 5 മെമ്പേർഡ് ആയി. ഓക്കെ, ദെൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്ത് ചെയ്യുന്നു? ഒരു ഡബിൾ ബോണ്ടും കൂടെ വരുന്നുണ്ട്. ഫ്യൂസ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഈ 1, 2 എന്ന് പറഞ്ഞു കൊടുത്താൽ, പിന്നെ ഏത് പൊസിഷനിലേക്കാണ് ഡബിൾ ബോണ്ട് വരുന്നത്? ഇവിടെ നോക്കിയേ, ഈ ഫ്യൂസ് ചെയ്ത ഭാഗത്തിനെ നമുക്ക് ഇവിടെ ഇത് 1, 2 എന്നും പറഞ്ഞു കൊടുത്തു. ഇപ്പൊ 6 മെമ്പേർഡ് റിങ്ങിന്റെ ഏത് പൊസിഷനിലാണ്? 5നും 6നും ഇടയ്ക്കാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് 1, 2 ആണെങ്കിൽ 6 മെമ്പേർഡ് റിങ്ങിന്റെ 3 ഇത്, 4 ഇത്, 5 ഇത്, 6 ഇത്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഏത് സ്റ്റെപ്പിൽ കിട്ടുന്ന പ്രോഡക്റ്റ്? സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇവിടുന്ന് ഞാൻ H+ എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ് എഴുതിയത്. അത് നമുക്കറിയാം എന്ന് ഉള്ള ഇതിലാണ്, അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് എന്താണ് പറയുന്നത്, പ്ലസ് ചാർജ് ആയി കഴിയുമ്പോഴത്തേനും H+ എന്നുള്ള രീതിയിൽ വരും. അന്നേരം പുറത്തേക്ക് H+ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈക്ലിക് ലാക്ടോൺ ആണ്. ഓക്കെ, ഈ ഒരു ലാക്ടോൺ ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 2 റിയേജന്റ് കഴിഞ്ഞു. എന്താണ്? ബെയർ-വില്ലിജർ ഓക്സിഡേഷൻ കഴിഞ്ഞു, 2 നോർമൽ H2SO4 കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് LDA. LDA എന്ന് പറയുന്നത് ബേസ് ആണ്, ലിഥിയം ഡൈ ഐസോപ്രോപ്പൈൽ അമൈഡ്, ബൾക്കിയർ ബേസ് ആണ്. അത് ഇറ്റ് വിൽ അബ്സ്ട്രാക്ട് ദ അസിഡിക് പ്രോട്ടോൺ അല്ലേ. അസിഡിക് പ്രോട്ടോൺ എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ ഏറ്റവും അസിഡിക് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഈ കാർബണൈൽ ഗ്രൂപ്പിന്റെ അടുത്ത പ്രോട്ടോൺ ആണ്. വിച്ച് വിൽ റിസൾട്ട്സ് ഇൻ എ നെഗറ്റീവ് ചാർജ്. ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, നെഗറ്റീവ് ചാർജ്. ഓക്കെ, ദിസ് ഇൻ പ്രസൻസ് ഓഫ് മീഥൈൽ അയഡൈഡ്. മീഥൈൽ അയഡൈഡിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, അതുമൂലം I- പുറത്തേക്ക് പോവും. അതുവഴി നമുക്ക് കിട്ടുക O, C ഡബിൾ ബോണ്ട് O, Me. ഇത്രയും കിട്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡൈബാലച്ച് അല്ലേ. ഡൈബാലച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എന്താണ് സംഭവിക്കുക? ഡൈബാലച്ച് എന്ന് പറയുന്നത് റിയാക്ഷനിൽ എങ്ങനെ പ്രൊസീഡ് ചെയ്യുക? ഡൈബാലച്ച് വിൽ കൺവേർട്ട് ലാക്ടോൺ ടു ലാക്ടോൾ. ലാക്ടോണിനെ ലാക്ടോൾ ആക്കി കൺവേർട്ട് ചെയ്യും. ഡൈബാലച്ച്. ഓക്കെ, ലാക്ടോണിനെ എന്താക്കി മാറ്റും? ലാക്ടോണിനെ ലാക്ടോൾ ആക്കി കൺവേർട്ട് ചെയ്യും. അതെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമുക്ക് കൊടുക്കുക? പ്രോഡക്റ്റിനെ കൊടുക്കാം. ഇത് OH. നമ്മുടെ പ്രോഡക്റ്റിനകത്തും OH-ന്റെ എന്താണ് പറയുന്നത്? OH-ന്റെ പൊസിഷൻ ഏതാന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പറയേണ്ടത് മീഥൈലിന്റെ പൊസിഷൻ ഏതാണെന്ന് പറയണം അല്ലേ. ഇവിടെ ഇത് നമുക്ക് നോക്കാം. റിങ്ങിന്റെ ജംഗ്ഷനിൽ കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി 2 ഹൈഡ്രജൻ എവിടെയാണ് നിൽക്കുന്നത്? പ്ലെയിനിലാണ് നിൽക്കുന്നത്.
അപ്പോൾ റിങ്ങിന്റെ ജംഗ്ഷനിൽ നിൽക്കുന്നത്, സോറി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എബോ ദ പ്ലെയിൻ ആണ് നിൽക്കുന്നത്. എബോ ദ പ്ലെയിനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് റിങ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, റിങ് ജംഗ്ഷനിലുള്ള ഹൈഡ്രജൻ എബോ ദ പ്ലെയിൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ റിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. Therefore the methyl group will attack from the ലെസ് ഹിൻഡേർഡ് സൈഡ്. ലെസ് ഹിൻഡേർഡ് സൈഡ് എന്ന് പറയുന്നത് വീണ്ടും എബോ ദ പ്ലെയിൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് വരുന്നത്, എബോ ദി പ്ലെയിനിൽ വരുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇത് എബോ ദ പ്ലെയിൻ ആയിട്ട് വരുന്നതിനുള്ള റീസൺ. ഓക്കെ, ദെൻ നമുക്ക് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു നോക്കാം, നമ്മുടെ ബാക്കിയുള്ള റിയേജൻസ് നോക്കാം. ഇപ്പം ഈ ഒരു എ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആണെന്നുള്ളത് മനസ്സിലായി. കാര്യം ബിയർ വില്ലേജർ ഓക്സിഡേഷൻ നടന്നു. LDA മീഥൈൽ അയോഡൈഡ് ഡൈബാലച്ച് വെച്ച് നടക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ബിയുടെ കേസിൽ നോക്കി, ഡൈബാലച്ച് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഡൈബാലച്ച് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി സഹായിക്കുന്നതാണ്, ലാക്ടോണിനെ ലാക്ടോൾ ആക്കി സഹായിക്കും. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്, അത് കീറ്റോണിനെയും അതുപോലെ തന്നെ ഡബിൾ ബോണ്ടിനെയും റിഡ്യൂസ് ചെയ്യും. അങ്ങനെ രണ്ടിനെയും റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതുകൊണ്ട് നമുക്ക് യാതൊരു യൂസും ഇല്ല. അതായത് ഈ പറയുന്ന പെർ ആസിഡ് എന്ന് പറയുന്നത് ബെയർ വില്ലേജർ ഓക്സിഡേഷൻ പ്രൊസീഡ് ചെയ്യില്ല. അപ്പം ഈ സ്റ്റെപ്പ് അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ പറയുന്നത് ബെയർ വില്ലേജർ ഓക്സിഡേഷനും കാര്യങ്ങളും ഇതെല്ലാം ശരിയാണ്. ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡൈബാലച്ച് ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡൈബാലച്ച് ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡൈബാലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക, ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, ഇത് ലാക്ടോളിനെ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് നടക്കില്ല. കാര്യം അസിഡിക് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഏതിന്, OHന്റെ പ്രോട്ടോണിനെ LDA എടുക്കാനുള്ള സാധ്യത വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും മെഥിലേറ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിന് പകരം ഈ ഒരു പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്ന പ്രോഡക്റ്റ് കിട്ടില്ല. അപ്പം ആ ഒരു പോസിബിലിറ്റിയും ഇല്ല. ഓക്കെ, ദെൻ LDA മീഥൈൽ അയോഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, റിയാക്ഷൻ വീണ്ടും മാറി. റിയാക്ഷൻ എന്ന് പറയുന്ന അസിഡിക് ആയിട്ടുള്ള പ്രോട്ടോൺ വരുമ്പോഴത്തേക്കും ഇവിടെ ആയിരിക്കാം അറ്റാക്ക് നടക്കാനുള്ള സാധ്യത. അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മേജർ പ്രോഡക്റ്റ് അല്ലെ ഫസ്റ്റ് റിയാക്ഷൻ ആണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സീക്വൻസ്. ഓക്കെ, ഫസ്റ്റ് റിയേജൻസിന്റെ സീക്വൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24 ഡിസംബറിൽ ചോദിച്ച ചോദ്യമാണ്. ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, 2 ആൽക്കെയിൻ ഉണ്ട്. ഒരെണ്ണത്ത് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ളതും ഒന്ന് ട്രൈമീഥൈൽ സിലൈൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ളതും. കാറ്റലിസ്റ്റ് ലിന്നാസ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ 1 atmospheric പ്രഷറിൽ ക്വിനോലിൻ ആൻഡ് ഹെക്സൈൻ്റെ പ്രസൻസിൽ 0 ഡിഗ്രി സെൽഷ്യസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. എന്ത് പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ അറിയേണ്ടത് എന്താണ് ലിന്നാസ് കാറ്റലിസ്റ്റ് എന്നുള്ളതാണ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ലിന്നാസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പലേഡിയം ഓൺ കാൽസ്യം കാർബണേറ്റ് പോയിസൺഡ് വിത്ത് ലെഡ് ഓർ ക്വിനോലിനോ വെച്ചിട്ട് പോയിസൺ ചെയ്തിട്ടുള്ള പലേഡിയം ഓൺ കാൽസ്യം കാർബണേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ലിന്നാസ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൽക്കൈനെ സിസ് ആൽക്കീനാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിന്നാസ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫർദർ ആൽക്കീനെ അത് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ പോലെ സെലക്റ്റീവ് റിഡക്ഷൻ നടത്തില്ല. ആൽക്കൈനെ റിഡക്ഷൻ നടത്തി ആൽക്കീനാക്കി മാറ്റും, ബട്ട് ഇറ്റ് വിൽ നോട്ട് റെഡ്യൂസ് ആൽക്കീനെ അത് റെഡ്യൂസ് ചെയ്യില്ല. അത് സെലക്റ്റീവ് റിഡക്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ്, ലൈക്ക് കാറ്റലിസ്റ്റ് ആണ് ഈ ലിന്നാസ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രൈമീഥൈൽ സിലൈൻ വരുന്ന സമയത്ത് ട്രൈമീഥൈൽ സിലൈൻ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇറ്റ് വിൽ ബ്ലോക്സ് ദ അബ്സോർപ്ഷൻ ഓഫ് ആൽക്കൈൻ ഓൺ ദ കാറ്റലിസ്റ്റ് സർഫസ്. അതായത് ഈ കാറ്റലിസ്റ്റ് സർഫസിലേക്ക് നമ്മുടെ ആൽക്കൈനെ അഡ്സോർബ് ചെയ്യാൻ, ആ ട്രൈമീഥൈൽ സിലൈൻ്റെ സൈസ് വളരെ കൂടുതലായതുകൊണ്ട് അഡ്സോർബ് ചെയ്യാനായിട്ട് അത് അനുവദിക്കത്തില്ല ഹൈഡ്രജന്റെ കൂടെ. അതുവഴി എന്ത് സംഭവിക്കില്ല, ഈ ഒരു ട്രിപ്പിൾ ബോണ്ടിനെ അത് റെഡ്യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതിന് പകരം എന്ത് ചെയ്യും, ഈ ഒരു ട്രിപ്പിൾ ബോണ്ടിനെ അത് റെഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ആ ഒരു ട്രിപ്പിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കി മാറ്റും, സിസ് ആൽക്കീനാക്കി മാറ്റും. സിസ് ആൽക്കീനാക്കി മാറ്റാൻ വേണ്ടി പർട്ടിക്കുലർ ആയിട്ട് സെലക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് ലിന്നാസ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സി ആയിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ലേ. ഓക്കെ, ട്രൈമീഥൈൽ സിലൈൻ എന്ന് പറയുന്നത് പ്രോപ്പർ അഡ്സോർപ്ഷന് സഹായിക്കാത്തത് കൊണ്ട് തന്നെ ആ ട്രൈമീഥൈൽ സിലൈൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈനെ കൺവേർട്ട് ചെയ്യില്ല. അതിന് പകരം ഈ ഒരു പൊസിഷനിലുള്ള ആൽക്കൈനെ മാത്രമേ അത് കൺവേർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ മേജർ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. തന്നിരിക്കുന്ന റിയേജൻസ് എന്ന് പറയുന്നത് സോഡിയം ഇതോക്സൈഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സോഡിയം ബോറോഹൈഡ്രേറ്റ് തന്നിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കാം? എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാം? ഓക്കെ, ഇപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സോഡിയം ഇതോക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്? ഇതൊരു ബേസ് ആണ് അല്ലേ? ബേസ് എന്ന് പറയുന്നത് നേച്ചർ എന്താണ്? ഇറ്റ് വിൽ അബ്സ്ട്രാക്ട് എ പ്രോട്ടോൺ. എസ്പെഷ്യലി അസിഡിക് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിനെ ആയിരിക്കും അബ്സ്ട്രാക്ട് ചെയ്യാം. ഇതിനകത്തുള്ള അസിഡിക് പ്രോട്ടോൺ ഏതാണ്? OH-നകത്ത് ഉണ്ടല്ലേ. ഓക്സിജനിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന പ്രോട്ടോൺ എന്ന് പറയുന്നത് അസിഡിക് പ്രോട്ടോൺ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് O- ആയിട്ട് മാറും ഇൻ പ്രസൻസ് ഓഫ് ബേസ്. ദെൻ ആക്ച്വലി ഇവിടെ നടക്കുന്ന എലിമിനേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ നടക്കുന്നതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ O- എടുത്തിട്ട് റിംഗ് ഓപ്പണിംഗ് നടന്നതുകൊണ്ട്, O- ഫോം ചെയ്തിട്ട് റിംഗ് ഓപ്പണിംഗ് നടന്നിട്ടാണ് എലിമിനേഷൻ നടക്കാം. ഓക്കെ, ഇവിടെ CH3 ഗ്രൂപ്പ് അതുപോലെ തന്നെ. അപ്പം ഈ O- എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ റിങ്ങിലെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കും? നമ്മുടെ ബ്രോമിൻ എന്ന് പറയുന്നത് പുറത്തേക്ക് ലീവ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? 5 മെമ്പേർഡ് റിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നു. എത്ര ആയിട്ട് മാറുന്നു? ഇതിപ്പം നോക്കിയേ, നമുക്ക് അതിനെ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇത് ഡബിൾ ബോണ്ട് O ആയി അവിടെ ഉണ്ടായിരുന്ന H അതുപോലെ തന്നെ. ദെൻ റിങ്ങിൻ്റെ പാർട്ട് അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇത്രയും ഭാഗം വന്നു. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഞാൻ ഇത്തിരി ഒന്ന് ഈ ബോണ്ട് ഇവിടെ വന്നു. ദെൻ ഓക്കെ, അപ്പം 1 2 1 2 3 4 5 6 7 8. അതിനകത്ത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8. 5-നും 6-നും ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വന്നു. ദെൻ 4-ൽ ഏത് ഗ്രൂപ്പാണുള്ളത്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 4-ൽ മീഥൈൽ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഏതാണോ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് ഞാൻ വരച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോക്കിയേ, ബോണ്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? ഇവിടെ ഈ ബോണ്ട് നിന്ന് ഇത് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് വന്നു മുകളിലേക്ക്. ഓക്കെ, ഇത് മുകളിലേക്ക് അങ്ങനെയാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസ് എന്നുള്ള ഫോമിലാണ് നിൽക്കുന്നത് അല്ലേ? ട്രാൻസ് എന്ന ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താവണം? ഈ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിലും ആ ട്രാൻസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാകുമ്പോഴേ കറക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കാം. ഇതിനകത്തെ കേസിൽ, ഈ കേസിൽ CH3 എന്ന് പറയുന്നത് എവിടേക്കാണ് നിൽക്കുന്നത്? ഫ്രണ്ടിലേക്കാണ് നിൽക്കുന്നത്. അപ്പം ഇതും പോയി ഇതും പോയി. ആ 2 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ദെൻ CH3 ബാക്കിലേക്ക് നിൽക്കുന്ന 2 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 2 വരുന്നത്. അതിനകത്ത് നമുക്കറിയാം ഇത് ട്രാൻസ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് റിയേജൻസ് ടു എഫക്ട് ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ ഈസ്. നമുക്ക് തന്നിരിക്കുന്ന ഡൈഅലൈൽ സൾഫൈഡ് ആണ്. ഡൈഅലൈൽ സൾഫൈഡിനെ നമ്മളൊരു ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഉണ്ട്, N ബ്യൂട്ടൈൽ ലിഥിയം ഉണ്ട്, N ബ്യൂട്ടൈൽ ബ്രോമൈഡ് ഉണ്ട്, HgCl2 H2O തന്നിട്ടുണ്ട്. ഇത്രയും കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഒരു ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കേസ് പോലെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഡൈഅലൈൽ സൾഫൈഡിനെ ബ്യൂട്ടൈൽ ലിഥിയം വെച്ച് ട്രീറ്റ് ചെയ്ത് നോക്കാം. എന്ത് സംഭവിക്കും? ബ്യൂട്ടൈൽ ലിഥിയം ഈസ് ആൻ ഓർഗാനിക് ബേസ്. ഇറ്റ് വിൽ അബ്സ്ട്രാക്ട് ദി അസിഡിക് പ്രോട്ടോൺ. ഇത് രണ്ടും സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഏത് പൊസിഷനിൽ നിന്ന് വേണേലും അബ്സ്ട്രാക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു കേസിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഡബിൾ ബോണ്ട്, ഇവിടുന്ന് ഒരു പ്രോട്ടോണിനെ എടുത്തു എന്ന് വിചാരിക്കാം, എസ് ഡബിൾ ബോണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതുപോലെ തന്നെ ബ്യൂട്ടൈൽ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് ചാർജ്
BuBr നോർമൽ BuBruമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ചാർജ് ബ്യൂട്ടൈൽ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യും. ബ്രോമൈഡ് വിൽ ലീവ് ദ സിസ്റ്റം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് എസ്, ഡബിൾ ബോണ്ട് അത്രയും നമുക്ക് കിട്ടി. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്ത് വരുന്നു? ബ്യൂട്ടൈൽ സബ്സ്റ്റുവൻറ്റ് വരുന്നു. ഓക്കെ, ആ ബ്യൂട്ടൈൽ സബ്സ്റ്റുവൻറ്റിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരച്ച് നോക്കാം. കാര്യം ഹീറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം 2 ഡബിൾ ബോണ്ട് വരുന്നില്ലേ, അതുകൊണ്ട് തന്നെ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിനെ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എസ് ഡബിൾ ബോണ്ട് CH സോറി ഇവിടെ ഒരു ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അല്ലേ, ഇവിടെ ഒരു ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഇനി 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുമോ നമുക്ക് നോക്കാം. 1 2 3 1 2 3 1 ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, 3 ബോണ്ട് ഫോം ചെയ്യുന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്കതിനെ ഇങ്ങനെ കൊടുക്കാം. അപ്പം ഇത് ഇങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോകുന്നു, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പം എന്ത് സംഭവിച്ചു? ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, എസ് എച്ച്, ഇവിടെ എന്ത് വന്നു? ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ഓക്കെ, അത്രയും വന്നു. ദെൻ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്, ഈ ഒരു സാധനത്തിനെ വിളിക്കുന്ന പേര് കീറ്റോണിന്റെ സൾഫർ അനലോഗാണ് അല്ലേ. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് തയാലെന്ന് വിളിക്കും, അല്ലെങ്കിൽ തയോ ആൽഡിഹൈഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം നമ്മൾക്കൊരു സ്റ്റെപ്പ് അനുസരിച്ച് ഇപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടന്നു. ദെൻ ഫർദർ ആയിട്ട് എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ സാധ്യതയില്ല. കാര്യം എന്താണ്? പിന്നെ ഉള്ള പോസിബിലിറ്റി നമുക്ക് നോക്കാം. അതിനെ ഞാൻ ആ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് സൾഫർ ഇങ്ങനെ കൊടുത്തു. വൺ 2 3. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം ഇതിങ്ങോട്ടേക്ക്, 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 ഡബിൾ ബോണ്ട് എസ് അല്ലേ. ഇത് ഡബിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട് എസ്, ഇത് എച്ച്. ഓക്കെ, ഇങ്ങനെ ഒരു സിസ്റ്റം ഫോം ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് സംഭവിക്കാം? നെക്സ്റ്റ് ഹീറ്റ് ചെയ്തതിന് ശേഷം എൻ ബ്യൂട്ടൈൽ ലിഥിയമായിട്ട് റിയാക്ട് ചെയ്തു. എൻ ബ്യൂട്ടൈൽ ലിഥിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേനും ഇതിനകത്തുള്ള അസിഡിക് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഏതായിട്ട് എടുക്കാൻ പറ്റും നമുക്ക്? എന്തായാലും ഇതെടുക്കാനായിട്ട് പറ്റില്ല. പിന്നുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എടുക്കാൻ പറ്റുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ BR ഗ്രൂപ്പ് വന്നു, BR ഗ്രൂപ്പ് വന്നു എന്ന് വിചാരിക്കാം. സോറി, BR അല്ല, ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്നു എന്ന് വിചാരിക്കാം. ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്നതിന് ശേഷം Hg2Cl2 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഈ ലീനിയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടില്ല. ഓക്കെ, ആ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിലില്ല. അതുപോലെ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോഴും അതേ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. ഓക്കെ, അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന കണ്ടീഷനാണ് കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ ഈ ഒരു സീക്വൻസ് വെച്ച് വരുമ്പോൾ ഈ ഹീറ്റ് വരെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് ആക്ച്വലി ഡയറക്റ്റ് നമുക്ക് ഒരിക്കലും HgCl2 H2O വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരിക്കലും നമുക്ക് ഇതിനെ എന്താണ് ആൽഡിഹൈഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു റിയേജന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കിട്ടില്ല എന്നുള്ളതല്ല. അതായത് HgCl2 H2O വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത്
ആൽഡിഹൈഡ് തരാം, പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ദി സ്റ്റെബിലിറ്റി ഓഫ് ദി തയോ ആൽഡിഹൈഡ്. തയോ ആൽഡിഹൈഡ് എത്രത്തോളം സ്റ്റേബിൾ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആൽഡിഹൈഡ് ഫോം ചെയ്യാം. ഓക്കെ, ദെയർഫോർ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. അപ്പം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആൽഡിഹൈഡ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആണ്. ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ദെൻ ഡബിൾ ബോണ്ട് 1 2 3 4 5 1 2 3 4 5 5-നകത്ത് എന്ത് വരുന്നുണ്ട്? CHO അല്ലേ? 5th ബോണ്ടിൽ C ഡബിൾ ബോണ്ടോ H. ഓക്കെ, ഇപ്പം ടോട്ടൽ എത്ര വരുന്നു? ബ്യൂട്ടൈൽ ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര? 1 2 3 4 5 കാർബൺ. ഓക്കെ, ബ്യൂട്ടൈൽ ഗ്രൂപ്പ് കഴിയുമ്പോഴത്തേക്ക് വരുന്ന ടോട്ടൽ കാർബൺ 5. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് സെറ്റ് ഓഫ് റിയേജൻസ് ഓഫ് reagents to effort the following transformation is. നമുക്ക് തന്നിട്ടുണ്ട് 2 ഇതാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ഇതിനെ ഈ ഒരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏത് റിയേജൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഓരോ റിയേജൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ടെമ്പോ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ് ടെമ്പോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടെമ്പോ യൂസ് ചെയ്തേക്കുന്ന 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. എ എന്ന് പറയുന്നുണ്ട്, ഡി എന്ന് പറയുന്നുണ്ട് അല്ലേ? അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിയുടെ കൂട്ടത്തിൽ NaOCl കാറ്റലിറ്റിക് എമൗണ്ടും അതേപോലെ തന്നെ NaClO2 യൂസ് ചെയ്യുന്നുണ്ട്. NaClO2 എന്ന് പറയുന്നത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ സോഡിയം ഹൈപ്പോക്ലോറേറ്റും NaOCl സോഡിയം ഹൈപ്പോക്ലോറേറ്റും NaClO2 എന്ന് പറയുന്നത് സോഡിയം ക്ലോറേറ്റുമാണ്. അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആൽഡിഹൈഡിനെ അതെന്തായിട്ട് മാറ്റും? കാർബോക്സിലിക് ആസിഡായിട്ട് മാറ്റും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ടെമ്പോ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റും. അത് കൺവേർട്ട് ചെയ്തു എന്നായിരിക്കാം. ഓക്കെ, പക്ഷേ NaClO2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓവർ ഓക്സിഡേഷൻ നടക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും റിഡക്ഷൻ നടക്കും. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൽഡിഹൈഡ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. റിഡക്ഷൻ അല്ല, ഓക്സിഡേഷൻ നടന്നിട്ട് ആൽഡിഹൈഡ് കാർബോക്സിലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പം ഓവറായിട്ട് അത് നടക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമുക്ക് NaClO2 എന്ന് പറയുന്നത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ OH-നെയും കൂടെ അത് COOH-നെയും കൂടെ അത് കാർബോക്സിലിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യാം. നമുക്ക് COOH പക്ഷേ എന്ത് വേണം? അതുപോലെ തന്നെ അവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് MnO2 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ലീലിക് ആൻഡ് ബെൻസിലിക് ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് MnO2 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അല്ലീലിക്കും ഇല്ല, ബെൻസിലിക്കും ഇല്ല. അതുകൊണ്ട് തന്നെ MnO2 കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ദെൻ CrO3 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. CrO3 H2SO4 എന്ന് പറയുന്നതിൻ്റെ ആ റിയേജൻ്റെ പേരാണ് ജോൺസ് റിയേജന്റ്. ജോൺസ് റിയേജന്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ സ്റ്റാർട്ടിങ് പ്രൈമറിയും സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ട്. പക്ഷേ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിനകത്ത് എന്താണ്? സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും? ജോൺസ് റിയേജന്റും ഇവിടെ പറ്റില്ല, MnO2 പറ്റില്ല. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ ഓൺലി ടെമ്പോ ആണ്. ടെമ്പോ മാത്രമേ ഈ ഒരു കേസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ ദ പ്രോഡക്റ്റ് ഈസ് ഫോംഡ് ത്രൂ. നമുക്ക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, റിയേജൻസ് ആയിട്ട് തന്നേക്കുന്ന സോഡിയം സയനൈഡ് തന്നിട്ടുണ്ട്, ട്രൈതൈലമൈൻ തന്നിട്ടുണ്ട്, DMSO തന്നിട്ടുണ്ട്, ഫൈനൽ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അത് ഏത് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമുക്കിവിടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ CL ആയിരുന്നെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് എത്തിയപ്പോഴത്തേനത് CN ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആ CN ആയ സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്? കോൺഫിഗറേഷൻ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ? ഇല്ല, CLന്റെ സെയിം പ്ലെയിനിൽ തന്നെയാണ് CNനും വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരിക്കലും SN2 റിയാക്ഷൻ ആയിരിക്കില്ല അല്ലേ? വാൾഡൻ ഇൻവേർഷൻ നടക്കണം SN2 റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അപ്പം SN2 റിയാക്ഷൻ അല്ല. ഓക്കെ,
ദെൻ SN1 റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ DMSO എന്നുള്ള കണ്ടീഷൻ അല്ല നമുക്ക് വേണ്ടത്, പോളാർ പ്രോട്ടിക് സോൾവെന്റ് വേണം. അല്ല എന്നുണ്ടെങ്കിൽ ആ പോളാർ പ്രോട്ടിക് സോൾവെന്റിന് നമ്മുടെ പുറത്തേക്ക് പോകുന്ന Cl മൈനസിനെ അതിന് എന്താ സോൾവേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇതുമല്ല. ഓക്കെ, ഇനി നമുക്ക് 1,2 എലിമിനേഷൻ ഫോളോഡ് ബൈ എ 1,4 അഡീഷൻ റിയാക്ഷൻ, 1,4 എലിമിനേഷൻ ഫോളോഡ് ബൈ എ 1,4 അഡീഷൻ റിയാക്ഷൻ, രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. അതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിനെ തന്നെ നോക്കാം. അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂക്ലിയോ ഫൈലുണ്ട്, പിന്നെന്താണ് നമുക്ക് ബേസ് തന്നിട്ടുണ്ട്, സോൾവെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ബേസ് വരുമ്പോഴത്തേക്കും ബേസിന്റെ കേസ് ഒന്ന് നോക്കാം. ബേസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ബേസ് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഈ പറഞ്ഞ അസിഡിക് ആയിട്ടുള്ള പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും അല്ലേ. അസിഡിക് ആയിട്ടുള്ള പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇവിടുത്തെ പ്രോട്ടോണിനെ ആയിരിക്കും അത് അബ്സ്ട്രാക്ട് ചെയ്യുക അല്ലേ. NOHലെ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുക നമ്മുടെ റിയാക്ഷൻ്റെ പാർട്ട് വേണ്ടത് മാത്രമേ ഞാൻ തൽക്കാലം വരയ്ക്കുന്നുള്ളൂ. NOH ഇത് O മൈനസ് ആയിട്ട് മാറുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ആ O മൈനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ബോണ്ട് OH ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് N ഡബിൾ ബോണ്ട് O ആയിട്ട് മാറുന്നു. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, Cl പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡബിൾ ബോണ്ട് N ഡബിൾ ബോണ്ട് O ഇങ്ങനെയായിട്ട് മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഈ പറയുന്ന NaCN റിയാക്ട് ചെയ്യുന്നു. ന്യൂക്ലിയോ ഫൈല് CN മൈനസ് റിയാക്ട് ചെയ്യുന്നു സോഡിയത്തിൻ്റെ. എന്ത് സംഭവിക്കും? അത് ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് തിരിച്ച് ഇവിടേക്ക് വരുന്നു. അപ്പം നമുക്ക് കിട്ടുക CN ഡബിൾ ബോണ്ട് N O മൈനസ് ഈ T3N എടുത്തുകൊണ്ട് പോയ പ്രോട്ടോൺ ഉണ്ടല്ലോ, അതിനെ ഇവിടേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് OH ആയിട്ട് മാറും, മൈനസ് ഇവിടെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ പ്ലെയിൻ എന്താണെന്നുള്ളതാണ്. CNന്റെ പ്ലെയിൻ എങ്ങനെയാണ് അത് ആ സെയിം പ്ലെയിനിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സംശയം. അതിനകത്ത് ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇവിടെ എന്തുണ്ട്? ഒരു ബൾക്കിയർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. ബൾക്കിയർ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത് എവിടേക്കാണ് നിൽക്കുന്നത്? ഫ്രണ്ടിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ CN ബാക്കിൽ കൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? 1 2 3 4 1,4 എലിമിനേഷൻ നടക്കുന്നു അല്ലേ. 1,4 എലിമിനേഷൻ നടക്കുന്നു. HCl എന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? നെക്സ്റ്റ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 1,4 അഡീഷൻ തന്നെ. ഓക്കെ, 1,4 എലിമിനേഷൻ ഫോളോഡ് ബൈ 1,4 അഡീഷൻ എന്ന് വെച്ചാൽ ഈ CN വീണ്ടും ഇവിടേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇങ്ങനെ വന്നു OH ഇവിടേക്ക് H വരുന്നു, ഇവിടെ CNഉം വരുന്നു, ഇവിടെ H വരുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ. D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ മേജർ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡും ഐസോപ്രോപ്പനോളും ആണ് തന്നേക്കുന്നത്. പ്രോഡക്ട്സുകൾ ABCD എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡും ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെന്ന് പറയുന്നത് മെർവിൻ പോണ്ട് ഓഫ് ബെർലി റിഡക്ഷൻ ആണ്. MPB റിഡക്ഷൻ എന്ന് പറയും. മെർവിൻ പോണ്ട് ഓഫ് ബെർലി റിഡക്ഷൻ, MPB റിഡക്ഷൻ എന്ന് പറയും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാനും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ അറിയണം അല്ലേ. നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്ലെയിൻ എങ്ങനെ വരുന്നു എന്നുള്ളത് അറിയണം. ഇതിനകത്ത് എന്തുണ്ട്? പറഞ്ഞതിനകത്ത് റിഡക്ഷൻ അല്ലേ, പറഞ്ഞതിനകത്തുള്ള മിസ്റ്റേക്കാണ്, സോറി. ആൽഡിഹൈഡിനെ പ്രൈമറി ആൽക്കഹോൾ ആക്കാനും കീറ്റോണിനെ സെക്കൻഡറി ആൽക്കഹോൾ ആക്കി മാറ്റാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് MPB റിഡക്ഷൻ എന്ന് പറയുന്നത്. പറഞ്ഞതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്, സോറി. ആൽഡിഹൈഡിനെ
പ്രൈമറി ആൽക്കഹോൾ ആക്കാനും കീറ്റോണിനെ സെക്കൻഡറി ആൽക്കഹോൾ ആക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അന്നേരം നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇവിടെ എന്തുണ്ട്? കീറ്റോൺ ഉണ്ട് അല്ലേ? 2 കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ട്. 2 കീറ്റോണിക് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അതെന്തായിട്ട് മാറും? സെക്കൻഡറി ആൽക്കഹോൾ ആക്കി മാറും. സെക്കൻഡറി ആൽക്കഹോൾ ആകുന്ന സമയത്ത് ഈ OHന്റെ പ്ലെയിൻ ഏതാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ജംഗ്ഷനിലുള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിൽക്കുന്നത്? ബാക്കിലേക്കാണ് നിൽക്കുന്നത്. ജംഗ്ഷനിലെ ഹൈഡ്രജൻ ബാക്കിലേക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ ബിലോ ദ പ്ലെയിൻ ആയതുകൊണ്ട് ഈ ഹോൾ റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എബോ ദ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പം അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡിനകത്ത് റിയേജന്റ് വരിക എന്ന് പറയുന്നത് ബാക്കിൽ എങ്ങനെയായിരിക്കും? പ്ലെയിനിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എന്ന് വെച്ചാൽ പ്ലെയിൻ ബൾക്കിയർ ആയതുകൊണ്ട് തന്നെ പ്ലെയിനിന് എവിടെയാണോ അതിന് പുറകിൽ, അതിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം പ്ലെയിൻ കംപ്ലീറ്റ്ലി ഫ്രണ്ടിലോട്ട് ആയതുകൊണ്ട് അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ് റിയേജന്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടെ കൂടെ ആയിരിക്കും, ബാക്ക് സൈഡിൽ കൂടെ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് റിഡക്ഷൻ നടന്നു കഴിയുമ്പോൾ OH ആവുന്നതെന്ന് പറയുന്നത് എവിടേക്കായിരിക്കും? ഫ്രണ്ട് സൈഡിലേക്കായിരിക്കും OH ആയിട്ട് മാറുക. അങ്ങനെ വരുമ്പോഴത്തേനും ഫ്രണ്ട് സൈഡിൽ OH വരുന്ന എക്സാമ്പിൾ ഏതൊക്കെയുണ്ട്? B ഉണ്ട്, C ഉണ്ട്. ഓക്കെ, ബിയും ഉണ്ട്, സിയും ഉണ്ട്. ഇനിയുള്ള പോസിബിലിറ്റി B ആണോ C ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇതിനകത്ത് നോക്കിയേ, ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പും ഉണ്ട്, ഒരു എന്താ പറയുന്നത് എസ്റ്റർ ഗ്രൂപ്പും ഉണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും എന്താ നടക്കാൻ? ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റിംഗ് ഫോർമേഷൻ നടക്കും അല്ലേ? എന്ത് സംഭവിക്കും? അതായത് ഈ OHന്റെ ലോൺ പെയർ, 2 ലോൺ പെയർ ഉണ്ട്, അത് ചെന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യും. കാർബണൈലിലെ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം അവിടെ റിംഗ് ക്ലോഷർ സംഭവിക്കും. അതായിരിക്കും നമ്മുടെ എന്തായിട്ട് വരിക? മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക, C എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയിട്ട് എത്തുക. ഓക്കെ, ഇതിനകത്ത് അല്ലെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാര്യം എന്താണ്? ഇവിടെ 2 OHും 2 പ്ലെയിനാണ്. ഇത് ഫ്രണ്ടിലേക്കാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിലേക്ക് നിൽക്കുന്നു. ഇവിടുത്തെ ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ രണ്ടും ഒരേ പ്ലെയിനിൽ വരുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ തന്നെ ഇത് C ആണ് മേജർ പ്രൊഡക്റ്റ് എന്ന് വരിക അല്ലേ? ഇതിനകത്ത് ഈ അറ്റാക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിടാം. ഈ ഒരു പാർട്ട് മാത്രമായിട്ട് കൊടുത്തിട്ട് OH, അതായത് ഈ അറ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഒരു സ്പീഷീസ് 2 OHും ഫ്രണ്ടിലോട്ട് ഫോം ചെയ്തതിന് ശേഷം, ഫ്രണ്ടിലോട്ട് ആയതിനു ശേഷം സൈക്ലൈസേഷൻ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ COE. ബാക്കി ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. C ഡബിൾ ബോണ്ട് OMe വരിക. എന്ത് ചെയ്യുന്നു? ഇതിന്റെ ലോൺ പെയർ വന്ന് അറ്റാക്ക് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, നേരെ നമുക്ക് കിട്ടുന്നത് OH പ്ലസ് ആണ്. OH പ്ലസിനകത്ത് H പ്ലസ് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കും C O മൈനസ് OMe. ബാക്കി പാർട്ട് എത്തേലുള്ളത് അതുപോലെ തന്നെ അവിടെ നിൽക്കും. സോറി, ഈ ഗ്രൂപ്പ് അങ്ങനെ തന്നെ നിൽക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിങ്ങനെ പോകുന്നു, ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും? OMe ഗ്രൂപ്പ് ഗുഡ് ലീവിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് ലീവ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഈ ഫൈനൽ പ്രോഡക്റ്റ് C എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. ഏത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്ന ആൻസർ കറക്റ്റ് C ഓപ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും നമ്മുടെ ഡിസംബർ 2024 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്ക് റിയേജന്റ് കാണുമ്പോൾ തന്നെ അറിയാം. ദ മേജർ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇത് ലിഥിയം ലിക്വിഡ് അമോണിയ THF ഫോളോഡ് ബൈ അമോണിയം ക്ലോറൈഡ്. റിയേജന്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇത്? ഏതാണ്? ബിർച്ച് റിഡക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുക? മെക്കാനിസം എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയായിരിക്കും നടക്കുന്നത്. അതായത് നമ്മുടെ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ഈ കാർബണിലേക്ക് വരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് CO2H, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഡബിൾ ബോണ്ട് OMe, ഇവിടെ പോസിറ്റീവ് ചാർജ്. ആ പോസിറ്റീവ് ചാർജിലേക്ക് നമ്മുടെ ലിഥിയം ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. നേരം നമുക്ക് കിട്ടും, അവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്യും അല്ലേ? OMe റാഡിക്കൽ, ഡബിൾ ബോണ്ട് CO2H, ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക? അമോണിയം ക്ലോറൈഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ? അമോണിയം ക്ലോറൈഡ് NH4Cl. എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവിടെ അമോണിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ആദ്യം സംഭവിക്കുക,
ഓക്കെ, അമോണിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക? പ്രോട്ടോണേഷൻ നടക്കും. പ്രോട്ടോണേഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇത് സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നെക്സ്റ്റ്, അതായത് ഈ ഒരു ഇതെന്ന് പറയുന്നത് 2 സ്റ്റെപ്പായിട്ട് തന്നെയാണ് നടക്കുന്നത്. ആദ്യം ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് റാഡിക്കലായിട്ട് മാറും. പിന്നെ അടുത്ത ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഓക്കെ, അവിടേക്കാണ് എന്ത് വരുന്നത്? നമ്മുടെ അമോണിയം ക്ലോറൈഡിന്റെ അമോണിയം ക്ലോറൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടോൺ വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടുക OMe H CO2H, ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് അതുപോലെ തന്നെ ഡബിൾ ബോണ്ട് ഇവിടെ അതുപോലെ തന്നെ. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാമോ? നെക്സ്റ്റ് നമുക്കറിയാം ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ചാർജ് ആ കാർബണിലാണ്, അത് ഇവിടേക്ക് വരുന്നു. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. OMe ഗുഡ് ലീവിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ലീവ് ദ സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്ത് പോവും. എന്ത് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടും? CO2H ഡബിൾ ബോണ്ട് ഇവിടെ H തന്നെ. ഓക്കെ, അങ്ങനെ ഒരു ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. ഇത് ഈ ഒരു ഓപ്ഷൻ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ പോസിബിൾ ആയിട്ടുണ്ടോ ഇതിനകത്തെങ്കിലും? ഇതിൽ പറ്റില്ല, ഈ ഒരു ഓപ്ഷൻ പറ്റില്ല, ഈ ഒരു ഓപ്ഷനും പറ്റില്ല. അപ്പം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഇവിടെ അരോമാറ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്താണ്? ഇവിടെയും ഈ പറയുന്ന റിങ്ങിന്റെ പാർട്ടിൽ അരോമാറ്റിസിറ്റി, ലെഫ്റ്റ് സൈഡിൽ അരോമാറ്റിസിറ്റി പോകുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ആ രണ്ടും പോസിബിൾ ആയിരിക്കില്ല. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ ഫൈനൽ പ്രോഡക്റ്റ് വീണ്ടും എന്തോ സംഭവിക്കുന്നുണ്ട് അല്ലേ? അതെന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ലിഥിയം ലിക്വിഡ് അമോണിയ ആണ് നമ്മുടെ എന്താണ് പറയുന്നത് റിയേജന്റ് എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കും? വീണ്ടും ലിഥിയം ലിക്വിഡ് അമോണിയ വെച്ചിട്ട് റിയാക്ഷൻ നടക്കും. ലിഥിയം ലിക്വിഡ് അമോണിയ വെച്ച് റിയാക്ഷൻ നടക്കും. ഓക്കെ, നമ്മൾ മെയിൻ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണെങ്കിൽ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത കാർബണിലായിരിക്കും ഡബിൾ ബോണ്ട് വരിക. ഓക്കെ, ഇവിടെ CO2H അതായത് കാർബോക്സിലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡബിൾ ബോണ്ട് വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് ഈ പൊസിഷനിൽ വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക എന്ന് വെച്ചാൽ, ഹോൾ മെക്കാനിസം നമുക്ക് എഴുതി നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമുക്ക് തരുന്നതെങ്കിൽ, ഓക്കെ, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അതിൻ്റെ അടുത്തായിരിക്കും ഡബിൾ ബോണ്ട് വരിക. ഓക്കെ, അങ്ങനത്തെ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിയേജന്റ് റിലേറ്റഡ് ആയിട്ട് 2024 ചോദിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ 2024 ജൂണിലും ഡിസംബറിലുമായിട്ട് റിയേജൻസിന്റെ സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ദ മേജർ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസീസ്. നമുക്ക് ആൽക്കീൻ ഉണ്ട്, രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ തെക്സൈൽ ബൊറൈൻ 1 ഈക്വലന്റ്, അസിറ്റിക് ആസിഡ് 1 ഈക്വലന്റ്, തേർഡ് എന്ന് പറയുന്നത് H2O2 NaOH. ഓക്കെ, ബൊറൈൻ വരുമ്പോഴത്തേക്കും എപ്പോഴും യൂസ് ചെയ്യുന്നത്, ബൊറൈൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബൊറൈൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഹൈഡ്രോബറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എസ്പെഷ്യലി നടക്കുന്നത് ബൊറൈൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള ആൽക്കീനിലായിരിക്കും അത് അറ്റാക്ക് ചെയ്യുക. ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള ആൽക്കീനിൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമുക്ക് പ്രോഡക്റ്റ്, ആദ്യത്തെ സ്റ്റെപ്പ് ഡയറക്റ്റ് പ്രോഡക്റ്റ് എഴുതാം. ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള ആൽക്കീൻ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് വരുന്നത്? ഏത് ആൽക്കീനാണ് വരുന്നത്? താഴത്തെ ആൽക്കീനാണ് ലെസ് ഹിൻഡേർഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തെക്സൈൽ ബൊറൈൻ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് അതിനകത്ത് എങ്ങനെയാണ് ബൊറൈൻ്റെ അറ്റാക്ക് നടക്കുക? സിൻ അറ്റാക്ക് ആണ് നടക്കുന്നത് അല്ലേ? ഒരേ പ്ലെയിനിലേക്കായിരിക്കും അറ്റാക്ക് ചെയ്യുക. അപ്പം BH2 എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ BH2 എന്ന് കൊടുക്കട്ടെ, B വിത്ത് 2 സബ്സ്റ്റിറ്റ്യൂവന്റ് എന്നുള്ള രീതി കൊടുക്കാം. ഇവിടെ H വരുന്നു. ബോറോൺ പാർട്ട് എന്ന് പറയുന്നതും ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള പാർട്ടിലേക്കായിരിക്കും അറ്റാക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് സംഭവിക്കും? അസിറ്റിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെയും ഒരു H വരും അല്ലേ? അസിറ്റിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേനും ബൊറൈൻ മാറ്റിയില്ലേ, ബോറോ ഗ്രൂപ്പ് മാറ്റിയതിന് ശേഷം അവിടെ ഒരു H വരും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഇവിടെ ഒരു H, ദെൻ ഇവിടെ ഒരു H, ഈ ഒരു പ്രോഡക്റ്റ് കിട്ടി.
ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന റിയേജന്റ് H2O2NaOH ആണ് തന്നിരിക്കുന്നത്. H2O2NaOH തന്നിട്ടുണ്ടെങ്കിലും നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നോക്കേണ്ടത് പ്രോഡക്റ്റ് അനുസരിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം, അതായത് ഇവിടേക്കാണ് H2O2NaOH എന്ന് പറയുന്നത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്തു, OH ഫോം ചെയ്തു, OH സബ്സ്റ്റുവൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ OH സബ്സ്റ്റുവൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാം, NaOH H2O2 വെച്ചിട്ട് ആൽക്കീനെ നമുക്ക് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഓക്കെ, H2O2NaOH എന്നുള്ള കണ്ടീഷൻ എപ്പോഴും ഹൈഡ്രോബോറേഷൻ നടത്തിയിട്ട് അതിനെ ക്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ H2O2NaOH കണ്ടീഷൻ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കൂടി ഇൻവോൾവ് ചെയ്തേ പറ്റുള്ളൂ നമുക്കൊരു പ്രോഡക്റ്റിലേക്ക് എത്തണം എന്നുള്ളതുകൊണ്ട്. ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള സൈഡിലാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇതിൽ നടക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ പോലും H2O2NaOH കണ്ടീഷൻ വരുമ്പോഴത്തേനും ഹൈഡ്രോബോറേഷൻ നടന്നതിനെ ക്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് H2O2NaOH വരുന്നത്. അതിനകത്ത് ബൊറൈൻ പാർട്ടിൻ്റെ ഭാഗത്തേക്ക് OH ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ BH, ഇവിടെ H. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഇവിടുത്തെ പ്ലെയിൻ അറിയണം അല്ലേ. എന്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലെയിൻ കൊടുക്കുക, അതായത് ഇവിടെ ഒരു ബൾക്കിയർ ഗ്രൂപ്പ് ഉണ്ട്. ആ ബൾക്കിയർ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബൊറൈൻ പാർട്ട് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലേക്ക് അറ്റാക്ക് ചെയ്യുള്ളൂ. ഓക്കെ, എച്ചും ബാക്ക് സൈഡിലേക്ക്. H ബാക്ക് സൈഡിലേക്കാണെങ്കിൽ H ഇരിക്കുന്ന കാർബണിലെ അടുത്ത ഗ്രൂപ്പ് ഏതിലായിരിക്കും, അത് ഫ്രണ്ടിലേക്കായിരിക്കും വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ. വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഫ്രണ്ടിലേക്കായിരിക്കും വരുന്നത്. ദെൻ നമ്മുടെ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ H2O2NaOH വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. NaOH വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലീവ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, ആ സൈഡിലേക്ക് OH വരും. അപ്പം നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NaOH. അതായത് D ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ 24 റിയേജൻസിൻ്റെ സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അടുത്ത സെക്ഷനിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.